ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എനിക്ക് സമ്പത്ത് തരണേ തമ്പുരാന്, എനിക്ക് നല്ല ഭാര്യയെ തരണേ തമ്പുരാന്, എനിക്ക് നല്ല ഭർത്താവിനെ തരണേ തമ്പുരാന്, എനിക്ക് കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ തമ്പുരാന്, എനിക്ക് വീട് തരണേ അല്ലാ, എനിക്ക് ജോലി തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്നെ ഖബറിൽ രക്ഷപ്പെടുത്തണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് സ്വർഗം തരണേ തമ്പുരാന്, എനിക്ക് ഹജ്ജും ഉംറയും ചെയ്യാ ഭാഗ്യം തരണേ തമ്പുരാന്, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. എല്ലാവരും അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനെ, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ, ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനോട് ഈമാൻ വർദ്ധിക്കാൻ ദുആ ചെയ്യണേ. ആരാ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കസറമാ യദൂ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മുത്തുനബി എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ, എന്റെ ഹൃദയം നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മാ അക്സിറു വമാ യദറു ഫീഹാ ഹാദിഹി ദുആ. എപ്പോഴും ഈ ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് നബിയേ. എപ്പോൾ ദുആ ചെയ്താലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് സുജൂദിൽ കിടന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നബിയേ. എപ്പോൾ ദുആ ചെയ്താലും ഇത് പറയുമല്ലോ നബിയേ, എപ്പോൾ ദുആ ചെയ്താലും ഇങ്ങനെ ചെയ്യുമല്ലോ നബിയേ. അതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖാല ലൈസ മിൻ ഖൽബി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, ലൈസ മിൻ ഖൽബിൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ കൈകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണ്ട് വിരലുകൾക്കിടയില് അല്ലാഹുവിന്റെ കയ്യിലാണ് മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത് പടച്ചവന്റെ കൽബിലാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇൻഷാ അയ്യുഖീമഹു വഇൻഷാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. വഇൻഷാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവനത് കുറച്ചു കൊടുക്കും. ആയിഷ, അല്ലാഹുവിന്റെ കയ്യിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ്, നൂലിൽ കെട്ടി
കെട്ടിയിരിക്കുന്ന ഒരു ഇല പോലെയാണ്. കാറ്റടിച്ചാൽ ഏതു ഭാഗത്തേക്കും അത് പറക്കും സഹാബ. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബി അവിടെന്ന് പറയുകയാണ്, എങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ദുആ പഠിച്ചു വെക്ക് ചെറുപ്പക്കാരാ. എപ്പോ ദുആ ചെയ്യാനും പറയാൻ മറക്കല്ലേ മോര്. എപ്പോ ദുആ ചെയ്താലും മറക്കല്ലേ. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാഹ്, എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാഹ്. ദുആ ചെയ്യടാ പൊന്നുമോനെ, ദുആ ചെയ്യടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാര്, അല്ലാഹുവിനോട് ദുആ ചെയ്തോ, ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ എന്ന് ദുആ ചെയ്താ അല്ലാഹു നിന്റെ ഈമാനിൽ വർദ്ധനവ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് നമ്മുടെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാ, നമ്മുടെ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാ, പിന്നെ ഒരു ശക്തിക്കും അത് തകർക്കാൻ കഴിയില്ല. ആരും പരാജയപ്പെട്ടു പോകും പോലെ ഇബ്ലീസ് വരെ പരാജയപ്പെടുമടാ. അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, റബ്ബേ നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും തമ്പുരാനെ. നിന്റെ അടിമകളെ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാക്കി ഞാൻ മാറ്റും തമ്പുരാനെ. അല്ലാഹു പറഞ്ഞതാ ഇബ്ലീസിനോട്.